ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട്ട് സീരിയലിലെ ഇനി അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. കണ്ടോ, ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ വീക്കെൻഡ് പ്രൊമോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ഇന്ദ്രൻ നന്നാകുന്ന ഒരു പ്രൊമോ ആട്ടോ. ഈ പല്ലവിയും സേതും കൂടി കടപ്പുറത്ത് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സേതു ചോദിക്കേണ്ട എല്ലാടോ എന്താണ് ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞപ്പോൾ താൻ ചിരിച്ചത്? സത്യം പറ, തൻ്റെ മുഖത്ത് വല്ലാത്തൊരു നാണം ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്താണ് ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞപ്പോൾ താൻ ചിരിച്ചത് എന്ന് സേതു ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ പല്ലവി പറയണ്ട, അത് സേതുവേട്ട, ഈ ഫാമിലി പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിന് എത്ര മെമ്പേഴ്സ് വേണം, അതായത് ഇനി കുഞ്ഞുങ്ങൾ എത്ര വേണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അതിനേക്കാണ് ഈ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്നത്. ഓഹോ, അതാണ് ഈ ഫാമിലി പ്ലാനിങ്. അതെ, പിന്നെ സേതുവേട്ടൻ എന്താ വിചാരിച്ചത്? ഞാൻ വിചാരിച്ചു നമ്മുടെ ഫാമിലിനെ കുറിച്ച് ഇനി ഭാവിയിൽ എന്തൊക്കെ വേണം, അതായത് വീട്ടിലെ അത് ഇത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ അതല്ല, ഫാമിലി പ്ലാനിങ് എന്ന് വെച്ചാൽ കുട്ടികളെ കുറിച്ചുള്ള പ്ലാനിങ് ആണ്. ഓഹോ, എന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. അല്ല, പറ പല്ലവി, തനിക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹം? അയ്യോ സേതുവേട്ടാ, ഒന്ന് പോയിക്കേ. ആഹാ, കൊള്ളാലോ, പല്ലവിക്ക് നല്ല നാണം വരുന്നുണ്ടല്ലോ. പറ പല്ലവി, തനിക്ക് എത്ര കുഞ്ഞുങ്ങളാ വേണ്ടത്? അത് സേതുവേട്ടാ, ഒന്ന് പോ സേതുവേട്ടാ, പറ. തനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ട്, പറ, എത്ര എണ്ണത്തിന് വേണം പറയടോ. അത് പിന്നെ പറ, എത്ര നമ്പർ താൻ ഉദ്ദേശിച്ചത്? അത് അത് എന്ന് പറഞ്ഞിട്ട് പറയാൻ പോകുമ്പോഴേക്കാണ് അവിടെ ഒരു അടി നടക്കണ കാണുന്ന കേട്ടോ. പല്ലവി സേതു അത് നോക്കുമ്പോഴേക്കും അത് ഇന്ദ്രനാണ്. ഇന്ദ്രനെ കുറച്ച് പിള്ളേര് കൂടി അടിച്ച് ഒതുക്കി അവിടെ നിന്ന് പോകുവാണ്. അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ കിടന്ന് അവിടെ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോൾ പല്ലവി പറയണ്ട, അയ്യോ അത് ഇന്ദ്രനല്ലേ, ആരെങ്കിലും ആവട്ടെ, താനിങ്ങോട്ട് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ സേതുവേട്ടാ, നമ്മളിങ്ങനെ ഇന്ദ്രനെ കളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് ശരിയല്ല. എന്തൊക്കെ പറഞ്ഞാൽ ഋതുയുടെ ഭർത്താവ് അവൻ, അത് മാത്രം ഋതുയുടെ കുഞ്ഞിന്റെ അച്ഛനാ. പിന്നെ അങ്ങനത്തെ ഒരു ബോധം അവനും ഉണ്ടായിട്ട് വേണ്ടേ? താൻ മൈൻഡ് ചെയ്യണ്ട, വള്ളി കേസ്. ഇവൻ കാരണം എത്ര പേരുടെ കുടുംബം നശിക്കുന്നു താൻ ആലോചിച്ച് നോക്കിയേ. സേതുവേട്ടാ, എന്നാലും ഇങ്ങനെ കിടത്തിയിട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, അവനെ ബോധം വരുമ്പോഴേ അവൻ പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല്ലവിനെയും കൂട്ടിക്കൊണ്ട് സേതു അവിടുന്ന് പോവാണ്. ഇന്ദ്രനാണെങ്കിൽ അങ്ങനെ തന്നെ അവിടെ തന്നെ അങ്ങനെ കിടക്കുവാട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ ഇന്ദ്രന്റെ ബോധം വരുന്നുണ്ട്. ആ സമയത്ത് പല്ലവിയും സേതും കൂടി ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ സേതു ചോദിക്കേണ്ട, പല്ലവി, തൻ്റെ മുഖമൊക്കെ ആകെ മാറിയല്ലോ, ഇത്ര നേരം എത്ര സന്തോഷമായിരുന്നു ആ ഇന്ദ്രനെ കണ്ടപ്പോൾ, തൻ്റെ ഫേസും മുഖം ഒക്കെ മാറി, തനിക്ക് ആകെ വിഷമമായല്ലോ. അത് സേതുവേട്ട, അങ്ങനെ ഇട്ടിട്ട് വരണ്ടായിരുന്നെന്നോ എനിക്ക് തോന്നുന്നത്. എന്തോ വല്ലാതെ കുറ്റബോധം പോലെ. എന്ത് കുറ്റബോധം? പിന്നെ അവൻ കാണിച്ച പ്രവൃത്തിയൊക്കെ താഴ്ന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് താൻ പറ കുറ്റബോധം ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ല സേതുവേട്ട, എന്നാലും താൻ മര്യാദക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്രനാണെങ്കിൽ ബോധം വന്നിട്ടോ. ബോധം വന്ന ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ പോണത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അതായത് ട്രെയിനിങ്ങിൽ ഇങ്ങനെ പാസ് ചെയ്യണ വലിയൊരു റെയിൽവേ ട്രാക്ക് ആണ് കേട്ടോ. അവിടേക്കാണ് ഇന്ദ്രൻ പോകുന്നത് കേട്ടോ. ഇന്ദ്രൻ അവിടേക്ക് പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ വേറെ ആരും തന്നെ ഇല്ല. അങ്ങനെ ഇന്ദ്രൻ റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന സമയത്താണ് പല്ലവി സേതും കൂടി ആ റെയിൽവേ ട്രാക്ക് കടന്നിട്ട് വേണം അവർക്കും വീട്ടിലേക്ക് പോകാൻ. അപ്പൊ ആ റെയിൽവേ ട്രാക്ക് കടക്കണ സമയത്താണ് ഇവര് നോക്കുമ്പോഴേക്കും ലൈറ്റ്, അതായത് ട്രെയിൻ വരുന്ന സമയമാകുമ്പോഴേക്കും റെഡ് ലൈറ്റ് ആവുമല്ലോ. അപ്പോൾ റെഡ് ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നോക്കുമ്പോൾ അറ്റത്ത് നിന്നിട്ട് ആരോ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാൻ പോണ പോലെ ഇവർക്ക് തോന്നുന്നുണ്ട്. അയ്യോ സേതുവേട്ട, അത് ആരോ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നു. അത് പല്ലവി പറയണം, അയ്യോ വേഗം ഇറങ്ങും പല്ലവി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് പോകുമ്പോൾ അത് ഇന്ദ്രനാണ് കേട്ടോ. സേതുവേട്ട ഇന്ദ്രനാണെന്ന് പറയുമ്പോൾ തന്നെ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ അവിടെ നിന്ന് തട്ടി മാറ്റാണ് സേതു പല്ലവിയും കൂടിയിട്ട്. ശേഷം ഇന്ദ്രൻ പറയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ രക്ഷിച്ചത്? എനിക്ക് മടുത്തു ഈ ജീവിതം, ആർക്കും വേണ്ടാത്ത ഈ ജീവിതം എനിക്ക് എന്തിനാണ്? ഞാനൊരു വൃത്തികെട്ടവനല്ലേ, ഞാനൊരു മനോരോഗിയല്ലേ, ഒരു പ്രാന്തനല്ലേ, എൻ്റെ ജീവിതം നിങ്ങൾ എന്തിനാ രക്ഷിക്കണത്? മാറ്, എനിക്ക് മരിക്കണം, മാറ് എന്നൊക്കെ പറയുമ്പോഴേക്കും സേതു ഒരുപാട് ഇന്ദ്രന്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. പറഞ്ഞു, മര്യാദയ്ക്ക് വരാൻ നോക്കടാ എന്ന് പറയാണ്. പല്ലവി, നമ്മൾ എങ്ങോട്ടേക്ക് ഇവനെ കൊണ്ടുപോവാ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ സേതു കേട്ടാ, ഇവന്റെ വീട്ടിൽ നിന്ന് ഇവനെ അടിച്ചു വിട്ടുമെന്നാ പാറു പറഞ്ഞത്. പാറുക്കും വല്ലാത്ത വിഷമമായി. സത്യം പറഞ്ഞാൽ വേറൊരു സംഭവം ഉണ്ട് ഇതിനിടയ്ക്ക്. എന്താ പല്ലവി? അത് പാറുവിന് ഇന്ന് ചെറിയൊരു ഷോക്ക് അടിച്ചു. അയ്യോ, എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, ആ സമയത്ത് ഷോക്ക് അടിച്ച സമയത്ത് വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. വിശ്വനും അമ്മയും മുകളിലായിരുന്നു, ടെറസിലായിരുന്നു. ഇന്ദ്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അകത്ത്. ഇന്ദ്രൻ ഒച്ച കേട്ട് നോക്കിയപ്പോഴേക്കും ഇവള് ബോധമില്ലാതെ നിലത്ത് വീണ് കിടക്കായിരുന്നു. ഇന്ദ്രൻ അപ്പൊ തന്നെ CPR കൊടുക്കാൻ വേണ്ടി നോക്കി. അത് കണ്ടുവന്ന അച്ഛൻ തെറ്റിദ്ധരിച്ചു ഇന്ദ്രനെ. എല്ലാവരും തെറ്റിദ്ധരിച്ചു. ഇന്ദ്രനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുമായിരുന്നു. പാറു എന്നോട് പറഞ്ഞു, ഇന്ദ്രൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല, അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയെന്ന്. മാത്രമല്ല ഇന്ദ്രന് നല്ലൊരു മാറ്റം ഉണ്ടെന്ന് പാറു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യാടോ, എന്തായാലും നമുക്ക് ഇവിടെ കളഞ്ഞിട്ട് പോകണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോവാം. എന്തായാലും ഋതുയുടെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛനല്ലേ ഇത്, വാ കൊണ്ടുപോവാ, അല്ലെങ്കിൽ അവൻ ഇനിയും ട്രെയിൻ വരുമ്പോൾ എടുത്ത് ചാടും എന്ന് പറഞ്ഞിട്ട് സേതു പല്ലവിയും കൂടി നേരെ വണ്ടിയിലേക്ക് കയറ്റാണ് ഇന്ദ്രനാട്ടോ. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ സേതുവും പല്ലവിയും വരുമ്പോഴേക്കും പൂർണിമയും അച്ചും ഒക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സേതുവേട്ടനും പല്ലവി ചേച്ചി വന്നല്ലോ, മയൂരുടെ വിശേഷം ചോദിക്കാൻ വേണ്ടിയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ നോക്കുമ്പോഴേക്കും പുറകേത്തെ സീറ്റിൽ നിന്ന് ആരോ
പിടിച്ചെടുക്കാണ് കേട്ടോ ഇവര്. ഇതാരെയും പുറകിലെ സീറ്റിൽ നിന്ന് പിടിച്ചെടുക്കണത് എന്ന് പൂർണ്ണിമയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ദ്രനെ ആട്ടോ. അയ്യേ ഇത് അവനല്ലേ ഇന്ദ്രൻ ഏത് അച്ചു പറയാണ്. അതെ പല്ലവിടുത്തെ സേതുത്തും പറയട്ടെ അയ്യേ ഇവനെന്തിനാ ഇങ്ങോട്ടൊക്കെ കൊണ്ടത്, എവിടെയും കൊണ്ട് കളയാൻ പാടില്ലേ. അമ്മ ഇപ്പൊ ഒന്നും ഉണ്ടല്ലേ, ഞാൻ പിന്നീട് കാര്യങ്ങളൊക്കെ പറയാം, ഇന്ദ്ര നീ പോ എന്ന് പറയാണ്. ഋതുവിന്റെ റൂമിലേക്ക് പോകുന്നു പറയുമ്പോൾ ഋതുവിന്റെ റൂമിലേക്ക് ഒന്ന് പൂർണ്ണിമ ചോദിക്കണം. അതെ അവന്റെ ഭാര്യയല്ലേ, അവൻ പോകണ്ടേ, സോറി നിങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്ര നേരെ ഋതുവിന്റെ റൂമിലേക്ക് പോവാണ്. ഋതു ആ സമയത്ത് ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ വിരിച്ചിടുമായിരിക്കും കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ഇന്ദ്രൻ പുറത്തേക്ക് ഇങ്ങനെ അകത്തേക്ക് കയറുന്നത്. ഋതു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ് ഇന്ദ്രനെ കാണുമ്പോൾ. അയ്യേ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്, ഇറങ്ങിപ്പോ ഇവിടെ നിന്ന്. ഋതു ഞാനൊന്ന് പറഞ്ഞോട്ടെ, വേണ്ട നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ദേ എന്റെ സേതുവേട്ടൻ കണ്ടാലുണ്ടല്ലോ നിങ്ങൾ കത്തിക്കും, സേതു തന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സേതുവേട്ടനോ, എനിക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ പല്ലവിയും സേതു അങ്ങോട്ടേക്ക് വരുവാണ്. ഋതു അടുത്ത് പറയണ്ട്, ഋതു അവന്റെ മാനസികാവസ്ഥ ഇപ്പൊ നീ ഒന്ന് മനസ്സിലാക്ക്, ഞങ്ങൾ നാളെ കഴിഞ്ഞ് വിട്ടോളാം, ഇന്നൊരു ദിവസം അവിടെ നിൽക്കട്ടെ. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഋതു ബഹളം ഉണ്ടാക്കുകയാണ്, പ്രാന്ത് പിടിച്ച പോലെ കാണിക്കുകയാണ്. ശേഷം പല്ലവിനെ കെട്ടിപ്പിടിച്ച് ഋതു കരയുണ്ട്, അവനെ പുറത്താക്ക്, എനിക്ക് അവനെ വേണ്ട, അവനെ പുറത്താക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കരയാട്ടോ. സേതു ഇന്ദ്രനോട് പറയണ്ട, ഒരു കാര്യം ചെയ്യ്, നീ മുകളിലെ റൂമിൽ പോയി കിടന്നോ, അവളുടെ മാനസികാവസ്ഥ അറിയാലോ, എല്ലാത്തിനും കാരണം നീ തന്നെയാണ്, മുകളിൽ പോയിരുന്നോ, ഭക്ഷണം അമ്മ കൊണ്ടും തന്നോളും. അപ്പോൾ പൂർണ്ണിമ പറയണ്ട, എന്ത് ഭക്ഷണം, ഇവിടെ നിന്ന് അവനെ പച്ച വെള്ളം കൊടുക്കില്ല അമ്മേ, ഒന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ മുകളിലേക്ക് വിട്ടിട്ട് ഭക്ഷണമൊക്കെ വേവിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പൂർണ്ണിമ എടുത്ത് സേതു പറയണ്ട്, ഇന്ദ്രൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്, അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുമായിരുന്നു, ട്രെയിനിന്റെ നടുക്ക് പോയി നിൽക്കുമായിരുന്നു. അപ്പൊ അച്ചു പാടാ, അതെ നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം കാണിക്കണതായിരിക്കും. എല്ലാം മോളെ സത്യം ഞാൻ പറഞ്ഞത്, അവൻ മനഃപൂർവ്വം കാണിച്ചെന്നല്ല, അവന്റെ മാനസികാവസ്ഥ ആകെ മരിക്കണമെന്ന് വിചാരമുള്ളൂ, അവനെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നാ പറഞ്ഞത്, അവൻ എന്തൊക്കെയോ ചെറിയ മാറ്റം ഉണ്ടെന്നാ പാറു പറയണത്. എന്ത് മാറ്റം, മാനസിക രോഗികൾക്ക് എന്ത് മാറ്റം ഉണ്ടാവനാ, അവൻ ട്രീറ്റ്മെന്റ് എടുത്തെങ്കിൽ ശരി അവന് മാറ്റമുണ്ടെന്ന് പറയാം, ഒരു ട്രീറ്റ്മെന്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പല്ലവി പറഞ്ഞ അങ്ങനെ പറയല്ലേ അച്ചു, അവനൊരു കുഞ്ഞ് ജനിക്കാൻ പോയല്ലേ, അതിന്റെ ഒരു മാറ്റം അവനുണ്ടാവും, വീട്ടിലൊരു ഗർഭിണി ഉണ്ടായല്ലേ പാറു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞത് ഒരു കുഞ്ഞിനെ കുറിച്ചൊക്കെ പാറു പറയുമ്പോൾ ഇന്ദ്രൻ അത് ശ്രദ്ധയോടെ കേൾക്കാറുണ്ടായിരുന്ന, എന്തായാലും 2 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറയണം. പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ ഇന്ദ്രൻ നോക്കുമ്പോഴേക്കും ഋതു രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് ഇറങ്ങി നിൽക്കാട്ടോ. ഇന്ദ്രൻ വേഗം ഋതുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആദ്യമായിട്ട് ഋതുവിന്റെ വയറ്റിലേക്ക് ഇന്ദ്രൻ നോക്കുന്നത്, തന്റെ കുഞ്ഞ് നന്നായിട്ട് വലുതായിട്ടുണ്ട്, അതായത് ഋതുവിന്റെ വയറ് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിന്റെ ഒരു ചലനം അറിയണമെന്നൊരു ആഗ്രഹത്തിൽ ഇന്ദ്രൻ ഋതുവിന്റെ വയറ്റിൽ കൈവച്ചിങ്ങനെ തൊടുവാണ്. ഋതുവിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഋതു അത് കൈ തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് പോവാണ്. അമ്മേ അമ്മ എന്ന് വിളിച്ച് അകത്തേക്ക് പോവാണ്. പക്ഷെ അത് നമ്മുടെ സേതുവും പല്ലവിയും കാണുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, സാരില്ല ഇന്ദ്രൻ, അവൾക്ക് മനസ്സിലാവും നീ മാറിയത് സത്യസന്ധമായിട്ടാണെങ്കിൽ അവള് ഈ വീട്ടിലെ ബാക്കി എല്ലാവരും നിന്നെ മനസ്സിലാക്കും, നീ വാ നമുക്കൊന്ന് നടന്നിട്ട് വരാം എന്ന് സേതു പറയാണ്. എവിടേക്കാ, വെറുതെ രാവിലെ അല്ലേ, നമുക്കൊന്ന് നടന്നിട്ട് വരാം, അത് മനസ്സിനും ശരീരത്തിനൊക്കെ ഒന്ന് നല്ലതാണ് എന്ന് പറയാണ്. അങ്ങനെ സേതുവിൻ്റെ ഇന്ദ്രൻ നടക്കാൻ വേണ്ടി പോകുവാട്ടോ. അപ്പോൾ സേതു കുറെ കാര്യങ്ങളൊക്കെ ഇന്ദ്രനോട് പറയുമ്പോൾ ഇന്ദ്രനെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സേതുക്ക് ഇങ്ങനെ തോന്നുവാണ്, ഇന്ദ്രൻ പഴയ ആളല്ല, ഒരുപാട് മാറി എന്നൊക്കെ. അതുകൊണ്ട് തന്നെ സേതു നല്ലൊരു കൂട്ടുകാരനായിട്ട് ഇന്ദ്രനെ എടുക്കുകയാണ്. ഇന്ദ്രനും പതുക്കെ പതുക്കെ മാറാണ്. അപ്പോൾ ഇന്ദ്രനെ പതുക്കെ മാറുന്നത് സേതു പല്ലവി മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ബാക്കി വീട്ടിൽ ആർക്കും ഇപ്പോഴും ഇഷ്ടമല്ല കേട്ടോ ഇന്ദ്രനെ. പക്ഷെ ഇന്ദ്രനെ അറിയില്ലല്ലോ ഋതു തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോവാണെന്ന്. അതറിയാതെ തന്റെ കുഞ്ഞ് ഒരുപാട് സ്നേഹിക്കുന്ന ഇന്ദ്രനെയാണ് നമുക്ക് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.